ഈ പുതുവർഷത്തിൽ പുതിയൊരു ചരിത്രം രചിക്കാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരുങ്ങുകയാണ്. ഖത്തറിന്റെ മണ്ണിൽ ഏഷ്യൻ കപ്പിന്റെ ആരവങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾ ഒരിക്കൽ കൂടെ ഉണരുകയായി. 2023 നൽകിയ പ്രതീക്ഷകൾ ചെറുതല്ല. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ച അടയാളപ്പെടുത്തിയ ഒരു വർഷം. അവിടെ നിന്നാണ് ഇന്ത്യ ഏഷ്യൻ കപ്പിലേക്ക് എത്തുന്നത്. കാത്തിരിപ്പുകൾക്ക് ഇനി മണിക്കൂറുകളുടെ ആയുസ് മാത്രം ബാക്കി. ഏഷ്യൻ കപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. മറ്റന്നാൾ വൈകുന്നേരം, അതായത് ജനുവരി 13 വൈകുന്നേരം ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ മത്സരം നടക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 2022 ഖത്തർ ലോകകപ്പ് കളിച്ച പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ച് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ ശക്തമായ പ്രകടനം നടത്തിയ ഒരു ടീം, ഫിഫ റാങ്കിങ്ങിൽ 25ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീം, അതാണ് ഓസ്ട്രേലിയ. കാര്യങ്ങൾ ഇന്ത്യക്ക് അത്ര എളുപ്പമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു സമനില പോലും ചിലപ്പോൾ വിജയത്തോളം മധുരം നൽകിയേക്കാം. അവസാനമായി 2011 ഏഷ്യൻ കപ്പിൽ മുഖാമുഖം വന്നപ്പോൾ അന്ന് 4-0 എന്ന ഗോൾ നിലയിലാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഓസ്ട്രേലിയയെ കൂടാതെ സിറിയയും ഉസ്ബെക്കിസ്ഥാനുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലുള്ള മറ്റു ടീമുകൾ. ചുരുക്കം പറഞ്ഞാൽ ഗ്രൂപ്പിലെ എല്ലാ ടീമുകളും റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള ടീമുകളാണ്. കളി ഫുട്ബോൾ ആയതുകൊണ്ടും സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലാത്തതുകൊണ്ടും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഇന്ത്യ മുന്നേറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആവേശകരമായ ഈ മത്സരം ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സ്പോർട്സ് 18 ചാനലിലാണ്. ജിയോ സിനിമ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ ഫോണിലും മത്സരം കാണാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറിയാൽ ഈ മത്സരം ലൈവായി കാണാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യയുടെ വിജയക്കുതിപ്പിനാൽ ഒരിക്കൽ കൂടെ ചരിത്രം വഴിമാറട്ടെ എന്ന പ്രത്യാശയോടെ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.